അമ്മേത്തല്ലിക്ക് ജാമ്യമില്ല, ജയിലിൽ പോക്കറ്റടിക്കാരികളുടെ ചെകിട്ടത്തടിയും. ഭർത്തൃമാതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക തേവലക്കര നടുവിലക്കര കിഴക്കേ വീട്ടിൽ മഞ്ജുമോൾ തോമസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. മക്കളെ നോക്കുവാൻ ജാമ്യം നൽകണമെന്ന ആവശ്യം കോടതി തള്ളുകയായിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത മഞ്ജുമോൾ തോമസിനെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് തന്നെ തിരിച്ചയച്ചു. കഴിഞ്ഞ ദിവസം പാത്രവുമായി ചപ്പാത്തി മേടിക്കുവാൻ നിന്ന മഞ്ജുവിനെ നീ അമ്മമാരെ തല്ലുമോടി, ഞങ്ങൾ ജയിൽ പുള്ളികൾക്ക് പോലും നാണക്കേടാണല്ലോ നീ എന്ന് പറഞ്ഞ് വേറൊരു മോളെ എന്ന് വിളിച്ച് പോക്കറ്റടി കേസിൽ അകത്തായ 2 സ്ത്രീകൾ മുഖമടച്ച് 2 പൊട്ടിച്ചു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പരാതി കൊടുത്താൽ രാത്രി പുതപ്പ് മൂടി മുടിയിൽ കുത്തിപ്പിടിച്ചിടിക്കും എന്ന് വിരട്ടിയതിനാൽ മഞ്ജു ആരോടും ഇത് പരാതി പറഞ്ഞില്ല എന്നാണ് വിവരം. തെക്കുംഭാഗം പോലീസാണ് മഞ്ജുവിനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം തേവലക്കരയിൽ വൈദ്യൻ കുടുംബാംഗമായ ഏലിയാമ്മ വർഗീസിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിക്കുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. മഞ്ജു നേരത്തെയും ഏലിയാമ്മയെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. മർദ്ദനം പതിവായതോടെ കഴിഞ്ഞ മാസം നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പോലീസിനെയും വിവരമറിയിച്ചു. തുടർന്ന് ഏലിയാമ്മയെ 4 ദിവസത്തേക്ക് അയൽപക്കത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. പോലീസിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് പിന്നീട് ഏലിയാമ്മയെ തിരികെ വീട്ടിലേക്ക് അയച്ചത്. ഇതിനിടെ പലതവണ വഴക്കുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഏലിയാമ്മയെ പുറത്താക്കി കഥകടച്ച മഞ്ജു നാട്ടുകാർ വന്ന് പറഞ്ഞിട്ട് പോലും വാതിൽ തുറക്കാതെ അവരോട് കയർക്കുന്നത് കാണുക. മഞ്ജു കഥ തുറക്കുക, അവർക്ക് താമസിക്കണം, അവരുടെ വീടല്ലേ താമസിക്കണ്ടേ? ഏത് അനാഥാലയം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിയിൽ 8:30 അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് 19 വയസ്സുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സംഭാഷണം ഇവർക്ക് വീട്ടിൽ കയറണോ വേണ്ടേ? കയറ്റുമല്ലയോ? ഇവർക്ക് വീട്ടിൽ കയറണോ? കയറ്റാൻ പറ്റൂല്ലോ? അവരുടെ വീട്ടിൽ അവർ കയറണ്ടേ? താമസിക്കണ്ടേ? തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഏലിയാമ്മ വിശദീകരിക്കുന്നത് കേൾക്കുക. അടിക്കും, ഇടിക്കും, എൻ്റെ മോനെ ഉപദ്രവിക്കും. അവന് ആരോഗ്യം, അവൾക്ക് ആരോഗ്യം, അവന് ആരോഗ്യമില്ല. ഇപ്പം ഒന്നും തിന്നുന്നത് പോലും ഇല്ല. ഈ സ്വത്ത് വിൽക്കാതിരിക്കാനാ ഞാൻ മക്കളുടെ പേരിൽ ഇനി അത് കൊടുക്കത്തില്ല. ഞാൻ അവർ വലുതാകുമ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടുണ്ടായ തർക്കത്തിനിടെ മഞ്ജു ഏലിയാമ്മയെ വടി ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചു. ഈ സമയം ഇരുവരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മകൻ ജെയിംസ് വീട്ടിലെത്തിയപ്പോഴാണ് ഏലിയാമ്മയെ അവശനിലയിൽ കണ്ടെത്തിയത്. മാതാവിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ജെയിംസ് തെക്കുംഭാഗം സ്റ്റേഷനിലെത്തി മഞ്ജുവിനെതിരെ പരാതി നൽകുകയായിരുന്നു. ഏലിയാമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തെക്കുംഭാഗം CI M ദിനേശ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നടന്നത്. ഈ വിഷയത്തിൽ പല പ്രാവശ്യം ഇടപെട്ടിട്ടുള്ള പോലീസിന് പറയുവാനുള്ളത് കേൾക്കുക. അപ്പോൾ ഇത് ഏകദേശം 1 വർഷത്തിനിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ മോൻ്റെ വൈഫാണ്. അവർ ബോംബെ സെറ്റിൽഡ് ആയിരുന്നു. അവർ 2ാമത് ഇയാൾ കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച് ഇവിടെ താമസം ആരംഭിച്ചു. അയാൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾ എപ്പോഴും ഇവിടെ കാണത്തില്ല. അന്നേരം ഈ അമ്മയുമായിട്ട് ഈ സ്ത്രീ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ ഇടപെടും, അത് സോൾവ് ചെയ്ത് വിടും. ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞിട്ട് അവരുടെ അമ്മയുടെ കൈയും കാലും ഒക്കെ മുറിവുണ്ടായി. ഈ വിഷയം ഉണ്ടായി. ഇവിടെ പരാതി തന്ന് നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാവിലെ വീട്ടിൽ ചെന്ന് ആ അമ്മയുടെ മൊഴിയെടുത്ത് കേസെടുത്തിട്ടുണ്ട്. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി ഏലിയാമ്മയ്ക്കും മകനും മർദ്ദനം ഏൽക്കുന്നുണ്ടെങ്കിലും തെളിവുകളൊന്നുമില്ലാത്തതിനാലാണ് പോലീസിന് നടപടിയെടുക്കുവാൻ സാധിക്കാതെ പോയത്. എന്നാൽ ഈ കേസ് പുറം ലോകം അറിയുവാനും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പിട്ട് പോലീസിന് FIR ഇടുവാനും സാധിച്ചത് അയൽവാസിയും പോലീസുകാരനുമായ ശ്യാമേസ് കുറിപ്പെടുത്ത മഞ്ജു ഏലിയാമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ശക്തമായ ഒരു ഡിജിറ്റൽ തെളിവായി മാറിയത് മൂലമാണ്. ഇപ്പോൾ ഈ അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്ന വീഡിയോ എടുത്തത് ഞാനിവിടെ ഫാമിലി സുഹൃത്താണ്. അപ്പം പലരും ചോദിക്കും വീഡിയോ എടുത്തപ്പം പ്രതികരിച്ചുകൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരുടെ ഭാഗത്ത് വരുന്ന ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മെൻറ്റാലിറ്റിയിലുള്ള പ്രവർത്തികൾ അതിന് എവിഡൻസ് വേണം. നമ്മളിപ്പോൾ ഈ വിഷയം ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് പോയത് ഇതിനകത്ത് കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ടാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും നടപടിയിലേക്ക് വരത്തില്ല. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനൊന്നും ഈ പറയുന്ന പറഞ്ഞാൽ നമുക്ക് ഐ വിറ്റ്നസ് എന്നല്ലാതെ രീതിയിൽ എനിക്ക് പറയാമെന്നല്ലാതെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനില്ലായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിഷയങ്ങളിൽ കൃത്യമായി ഞാനിവിടെ പ്രസൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നുകൊണ്ടും ഈ വീഡിയോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഇതിനകത്തൊരു നടപടിയിലേക്ക് പോകാൻ കാരണം. പലപ്പോഴും വഴക്കിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന
അയൽവാസി സംഗീതത്തിന് പറയാനുള്ളത് ഇനി കേൾക്കാം. സ്ഥിരം അവിടെ വന്ന് നമ്മൾ നോക്കാറുള്ള സമയത്ത് ഇവിടെ ടി വി ഉണ്ട്, ടി വി കണ്ടോണ്ടിരിക്കുന്നത്. ഈ അമ്മ കാണാൻ ടി വി നോക്കാറില്ല. ഈ അമ്മയ്ക്ക് ഈ മുറിയിലാണ് കിടക്കുന്നത്. ഈ മുറി കിടന്നിട്ട് ഈ അമ്മ ബാത്റൂമിൽ പോകണം, ഈ മുറിയിലോട്ട് വരണം. ഈ ബാത്റൂമിൽ കയറാറില്ല. അവർ ഒന്ന് വെളിയിൽ പോയി മൂത്ര വിസർജനം നടത്തണം, അല്ലെ വെളിയിലത്തെ ബാത്റൂമിൽ പോകണം. അത്രയ്ക്ക് നികഷ്ടമായിട്ട് ആ അമ്മയടുത്ത് പെരുമാറുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം തന്നെ. ഈ സംഭവം ഉണ്ടാകുന്ന ഇത് ഇവിടെ വെച്ചാണ്, ഈ വാതിലാണ് അമ്മ വീണത്. മലയാളികൾക്ക് മൊത്തത്തിൽ നാണക്കേടായ ഈ സംഭവത്തിൽ പ്രതികരിച്ച് നടി മധുബാല, വിദ്യാഭ്യാസമുള്ള ഒരു സ്കൂൾ ടീച്ചറായ സ്ത്രീക്ക് എങ്ങനെയാണ് പ്രായമായ ഒരു സ്ത്രീയെ മർദ്ദിക്കുവാൻ കഴിയുന്നതെന്നും ഈ ലോകത്ത് എവിടെയാണ് ദയയും അനുകമ്പയെന്നും മധുബാല ചോദിക്കുന്നു. daughter in law and அதுவும் ஒரு ஸ்கூல் டீச்சரோ ஏதோ ஒரு படிச்ச லிட்ரேட் உமன் ஒரு 85-year-old woman போட்டு அடிக்கிறா, டார்ச்சர் பண்றா, beating her with rodல அடிக்கிறா, என்னெல்லாமோ சொல்றாங்க. how are people doing that? where is the kindness, where is the compassion? நம்ம progress பத்தி பேசுறோம், எது பத்திலாமோ நம்ம பேசுறோம், but where is the heart and where is the kindness? படிச்சவங்க இப்படி பண்றாங்க, இங்க வந்து உமனே ஒரு உமனை டார்ச்சர் பண்றாங்க. I think it is very, very sad. Today's world is becoming more sad and there is more celebration. Now, all I'm saying is just think. நான் எது கரெக்ட், நான் எது பண்ணணும், எது பண்ணக்கூடாது, நான் யார் அதை பற்றி பேசுறதுக்கு. ஆனால் ஒரு ஹார்ட்டில் நீங்கள் திங்க் பண்ணுங்க, இது கரெக்டா? ஒரு லேடி, நம்ம வந்து விமென்ஸ் எம்பவர்மெண்ட்னா நம்ம ஒரு மேனை மைண்டில் வச்சுன்னு சொல்கிறோம். நீங்கள் மேன் வந்து ஒரு உமனை டார்ச்சர் பண்ணுறா அப்படின்னு அதை நினச்சிட்டு தான் நம்ம எப்போவுமே விமென்ஸ் எம்பவர்மெண்ட்டை பற்றி பேசுகிறோம். இங்கே வந்து ஒரு லேடி அவளோட மதர் இன் லா, ஒரு சீனியர் சிட்டிசன் 85-year-old லேடியை டார்ச்சர் பண்றா. she should be punished, no? when we talk, it is not a man or a woman, we are human beings, we are children of God, so please have compassion, kindness towards everybody. അതേസമയം വയോധികയെ മരുമകൾ ദേഹോപദ്രവമേൽപ്പിച്ച സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുവാൻ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ നേരത്തെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. സംഭവം പുറത്തു വന്നതോടെ ലൂർദ് മാതാ സ്കൂൾ മാനേജ്മെന്റ് മഞ്ജു തോമസിനെ പുറത്താക്കി. മഞ്ജു തോമസ് ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിലാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.